ശ്രീ ഷാബു പ്രസാദ്. അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയാണ് പാലക്കാട് ഉണ്ടായത്. നമുക്കറിയാം, ലോക്സഭാ ഇലക്ഷനിലെ വോട്ട് പോലും വിജയിക്കുമെന്ന് വിജയിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടാതെ വരിക എന്ന് പറയുന്നത് BJP-യുടെ ഒരു ദുസ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന കാര്യമാണ്. അതിന് കെ സുരേന്ദ്രന്റെ ഈ എക്സ്പ്ലനേഷൻ മതിയാകുമോ? നോക്കൂ അഭിലാഷ്, പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞു, ബൈ ഇലക്ഷൻ കഴിഞ്ഞു, അവിടുത്തെ ഫലം വന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല നിലയിലൂടെ വിജയിച്ചു. ഏറെ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന BJP അവിടെ പരാജയപ്പെട്ടു, കൃഷ്ണകുമാർ അവിടെ പരാജയപ്പെട്ടു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഇനി ആ തോറ്റു എന്നുള്ള അതിനെ ചൊല്ലി ഇനി വേറെ തർക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് തോറ്റു, ഇങ്ങനെ തോറ്റു, ഇതൊരു വലിയ ഈ പരാജയം BJP-യെ പിടിച്ചുലയ്ക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിലേറെയും ഈ കൂടുതൽ ഇതിൻ്റെ അകത്ത് മാധ്യമങ്ങളിങ്ങനെ സൃഷ്ടിച്ച് പൊലിപ്പിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക അഭിലാഷേ, BJP ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത മണ്ഡലമാണ് പാലക്കാട്. BJP കാലാകാലങ്ങളായി കയ്യിൽ വെച്ചുകൊണ്ട് നല്ല നിലയിൽ വിജയിച്ചു കൊണ്ടിരുന്ന ഒരു മണ്ഡലം പെട്ടെന്ന് വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പരാജയപ്പെട്ടു പോയ ഒരു പ്രതീതിയിലാണ് മാധ്യമങ്ങളും എല്ലാവരും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രതീതിയാണോ? ഇന്ന് ഈ ഒരൊറ്റ ദിവസം മാത്രം പ്രതികരിച്ചത് ആരൊക്കെയാണ്? BJP-യുടെ ദേശീയ സമിതി അംഗമാണ് N. ശിവരാജൻ. അദ്ദേഹം പ്രഭാരിയെ കുറിച്ച് പറഞ്ഞത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ആളാണ്, ഒരു ധാരണയുമില്ലാത്ത ആളാണ് എന്നാണ്. സ്ഥാനാർത്ഥി മോശമായി പോയി എന്ന് പറഞ്ഞത് അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ ആണ്. കേരളത്തിൽ BJP-ക്ക് ഒരേ ഒരു നഗരസഭയേ ഉള്ളൂ. അതിന്റെ ചെയർപേഴ്സൺ പറയുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പര്യാപ്തനായിരുന്നില്ല എന്ന്. അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നതോ പുറത്തുള്ള ആളുകൾ പറയുന്നതോ ഒന്നുമല്ല. BJP-യുടെ ഭാരവാഹികൾ പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാലക്കാട് നഗരസഭാ പരിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇന്നെല്ലാം തുറന്നടിച്ചു പറഞ്ഞത്. ഒരു കാര്യം അഭിലാഷ് ഒന്ന് തിരുത്തണം. BJP-ക്ക് കേരളത്തിൽ ഒന്നല്ല 2 നഗരസഭകൾ BJP ഭരിക്കുന്നുണ്ട്, പാലക്കാടും പന്തളവും. ഇനി അവിടെ ആയിക്കട്ടെ. ഇനിയിപ്പോൾ ഇവർ പ്രതികരിച്ചു, ശിവരാജൻ പ്രതികരിച്ചു, ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ മൈക്കും കൊണ്ട് ചെല്ലുന്ന, നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരങ്ങളാണ് അവരാ പറയുന്നത്. അല്ലാതെ അവർ മൈക്ക് കെട്ടി നാട് നിങ്ങളെ പറയുകയല്ല. അവർ പ്രത്യേക പത്രസമ്മേളനം വിളിച്ച് എനിക്ക് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ട് എന്ന് പറയുകയല്ല. നിങ്ങൾ പത്രക്കാരെ നിങ്ങൾ നിങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അതിനെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർ നൽകുന്ന മറുപടിയെയാണ് ഭയങ്കരമായ സ്ഥാനാർത്ഥി മോശമായിരുന്നു, ഈ സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്ന് മുമ്പേ തന്നെ ഞങ്ങളോട് ജനങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ പാളി എന്ന് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മേഖലയിലെ ആ മണ്ഡലത്തിലെ പ്രവർത്തകരും നേതാക്കളും പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നു, എവിടെ മുതലാണ് പിഴച്ചത്, എന്തുകൊണ്ടാണ്? നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെയല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 3859 വോട്ടിന് മാത്രം 2ാം സ്ഥാനത്തേക്ക് പോയ BJP-ക്ക് ഈ സംസ്ഥാനത്ത് ഏറ്റവും വിന്നിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സീറ്റിൽ ഇത്ര ദയനീയമായ പ്രകടനം കാഴ്ചവെച്ചത് എന്തേ എന്നുള്ളതാണ് ചോദ്യം. അതെ, അത് തന്നെയാണല്ലോ ഈ പറയുന്നത്. അതാണല്ലോ ഇപ്പോൾ സംശയിക്കുന്നില്ല. അവിടെ കൃഷ്ണകുമാർ പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ BJP-യുടെ ബേസ് വോട്ടുകൾ, പാർട്ടി വോട്ടുകൾ, ബേസ് വോട്ടുകൾ എന്ന് പറയുന്നത് 40,000-ത്തിനടുത്താണ്, 40,000-ത്തിനെ ചുറ്റിപ്പറ്റിയാണ്. ആ വോട്ടുകൾ BJP-ക്ക് വീണിട്ടുണ്ട് കൃത്യമായിട്ട് അവിടെ. പക്ഷേ ഈ ശ്രീധരൻ സാറിന് കിട്ടിയ ആ വോട്ട്, വലിയ ആ വോട്ട് 50,000-ത്തിന് മുകളിലുള്ള ആ വലിയ വോട്ട് കിട്ടിയിട്ടില്ല, നിഷ്പക്ഷ വോട്ടുകൾ കിട്ടിയിട്ടില്ല. BJP-ക്ക് പോൾ ചെയ്യേണ്ട വോട്ടുകൾ അവിടെ വീണിട്ടില്ല ആവശ്യത്തിന്. ഇതൊക്കെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ എവിടെയോ പിഴച്ചിട്ടുണ്ട്, സംതിങ് വാസ് റോങ് സംവെയർ എന്നുള്ളത് BJP ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണത്. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അത് സ്ഥാനാർത്ഥി നിർണയമാകാം, തന്ത്രങ്ങളാവാം, പ്രവർത്തനത്തിൻ്റെ പോരായ്മകളാകാം, ഏകോപനത്തിൻ്റെ പോരായ്മകളാകാം, അങ്ങനെ പല കാരണങ്ങളുണ്ടാകാം. അതിൽ ചിലർ പറയുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അകത്തെ പ്രശ്നമാണ്. ശരിയാണെങ്കിൽ അത് ചർച്ച ചെയ്യണം. ഇനി അല്ല വേറെ ചിലർ പറയുന്നു അല്ല മറ്റു വല്ലതാണെന്ന്. അത് നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്താൻ ഇതിൻ്റെ അകത്ത് BJP-യിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് അവർ ഉപയോഗിച്ചത്. അത് വെച്ചിട്ടാണ് അതിൻ്റെ അർത്ഥം ഇവരെല്ലാവരും BJP-ക്കെതിരെയോ സംഘടനയ്ക്കെതിരെയോ അങ്ങ് തിരിഞ്ഞ് ഭയങ്കരമായ കലാപക്കൊടി ഉയർത്തി ഇവിടെ എന്തോ ഒരു കൊട്ടാര വിപ്ലവം നടക്കാൻ പോകുന്നു എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അവർ പ്രതികരിച്ചു. അതായത് ഇതിനു മുമ്പും ഇന്ന് പ്രമീള ശശിധരൻ എന്താണ് പറഞ്ഞത്?
ഞങ്ങൾക്ക് കൊട്ടാര സ്ഥാനാർത്ഥി വിപ്ലവം നിർണ്ണയം നടക്കുമോ വരുന്നത് വരെ ഇല്ലയോ സ്ഥാനാർത്ഥിയെ കൊട്ടാര വിപ്ലവം തീരുമാനിക്കുന്നത് വരെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച കൊണ്ടുപോകാം.